ഹലോ എരിബടി, ഞാൻ ഇന്നൊരു സിമ്പിൾ മുട്ടത്തോരനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതിനായിട്ട് ഞാനിവിടെ ഇത് വലിയ തക്കാളിയായിരുന്നു, അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ടുണ്ട്. പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോർഡ് വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, ഇത് കരിവേപ്പില, ഇതൊരു പച്ചമുളക്. ഇതെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുക. അതിൻ്റെ കൂടെ ഒരു 4 സ്പൂൺ തേങ്ങയും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുക്കുന്നത്. 3 മുട്ടയുടെ കൂടെ മുട്ട അടിക്കുമ്പോൾ ചേർക്കാനാണ് നമ്മൾ 1 സ്പൂൺ വെള്ളം എടുക്കും, 1 സ്പൂൺ പാൽ, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 സ്പൂണ് വെള്ളം ഒഴിച്ച് ഒരു കോപ്പ എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇടുക. ഇതിലോട്ട് നമ്മളിനി ഈ മുട്ട പൊട്ടിച്ച് വെക്കും. ഞാനിപ്പോൾ 3 മുട്ട ഇതിൽ പൊട്ടിച്ച് ഒഴിച്ച് നല്ലപോലെ അടിച്ചെടുക്കുകയാണ്. ഈ സമയം തന്നെ നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ പാലും കൂടെ ചേർക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ചൂടായപ്പോഴേ സവോളയാണ്. ഇപ്പോൾ സവോള വേണ്ടാന്നുണ്ടെങ്കിൽ 3 ഉള്ളി, ചുമന്നുള്ളി സുലഭമായിട്ട് കിട്ടുവാണെങ്കിൽ 4-5 ചുമന്നുള്ളി അരിഞ്ഞിട്ടാലും നല്ല ടേസ്റ്റാണ്. കൂടെ തന്നെ നമുക്ക് മറ്റേ പച്ചമുളകും കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇടാം. നമ്മുടെ സവോള ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഒരുപാടാകണ്ട, എന്നുവെച്ചാൽ നമ്മൾ മുട്ടയിട്ട് ഏതായാലും ചിക്കാൻ പോവുക. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തേങ്ങയും കൂടെ ഇട്ട് നമ്മളൊന്ന് വഴറ്റുകയാണ്. ഈ സമയം നമ്മൾ തീയൊന്ന് കുറച്ച് വെക്കണം. നമ്മുടെ മുട്ട പതുക്കെ ഒഴിക്കണം. കുറച്ച് തീയൊന്ന് മീഡിയം ഹീറ്റിലോട്ട് വയ്ക്കുക. എന്നിട്ട് താഴെയാകുന്നതിന് നമ്മൾ പതുക്കെ മുകളിലോട്ട് ഒഴിക്കുക. ഞാനൊരു ഫോർക്കാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഫോർക്കാകുമ്പോഴാണ് നല്ല ചെറിയതായിട്ട് വരുന്നത്. നമ്മുടെ മുട്ടത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. മിനിറ്റിനിടയിൽ ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് പിന്നെ ഒന്ന് ലഞ്ച് കഴിക്കാനും ഒക്കെ തോന്നി കറികളൊന്നും അധികം ഇല്ലെങ്കിൽ ഇത് ചെയ്യാം. ഇത് കുട്ടികൾക്ക് വരെ ചെയ്യാനും വളരെ എളുപ്പത്തിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്